യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷിതരെയും പരിശുദ്ധ ദൈവമാതാവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷകളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിന് ഉന്നതമായൊരു സ്ഥാനം സഭ നൽകുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കന്യകാമറിയത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പരിശുദ്ധ മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മളാരും പരിശുദ്ധ കന്യകാമറിയത്തെ ആരാധിക്കുന്നില്ല, നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാനവരാശിക്ക് മുഴുവൻ വേണ്ടി അമ്മ പ്രാർത്ഥന ഉയർത്തുന്നുണ്ട്. നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ വന്ന് പരിശുദ്ധ മറിയത്തെ മംഗലവാർത്ത അറിയിക്കുന്നു. കൃപ നിറഞ്ഞവളെ സുസ്തി, കൃപ കൊണ്ട് നിറഞ്ഞവളാണ് മറിയം, നിനക്ക് സുസ്തി. ദൈവദൂതൻ, സ്വർഗം അമ്മയെ മാനിക്കുകയാണ്, അമ്മയെ ബഹുമാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നീ ഒരു പുത്രനെ പ്രസവിക്കും, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ നീ പ്രസവിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയം തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവപിതാവിന് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമോ ദൈവം തൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് ജന്മം നൽകുക. പരിശുദ്ധാത്മാവിനാൽ യേശു വചനമായ ദൈവം മറിയത്തിൻ്റെ ഉദരത്തിൽ പിറന്നു. ലൂക്ക 1:36 വായിക്കുന്നു, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവൾ എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം മറിയത്തെ അറിയിക്കുന്നത് ഗബ്രിയേൽ ദൈവദൂതനാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് ഈ അറിയിപ്പ് കൊടുക്കുക. അപ്പോഴാണ് മറിയം അറിയുന്നത്. ആ ദൈവദൂതൻ പറയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ശക്തമായിട്ട് ഇടപെടുവാനും പ്രവർത്തിക്കാനും സാധിക്കും. നമ്മുടെയൊക്കെ കഴിവിലും ബുദ്ധിക്കും ചിന്തയ്ക്കുമൊക്കെ അപ്പുറമായിട്ട് അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദൈവം നമുക്ക് വിളിച്ചു. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. അദ്ദേഹത്തിന് വലിയ ഒരു കടബാധ്യത, 4 കോടിയിലധികം രൂപയുടെ കടബാധ്യത. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒക്കെ ഒരു വ്യക്തിയാണ്. വലിയൊരു പ്രതിസന്ധിയിലായി.
അദ്ദേഹം ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവിടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പരിശുദ്ധ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അത്ഭുത വഴികൾ പരിശുദ്ധ അമ്മയിലൂടെ തുറക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മുഴുവൻ കടബാധകളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ഇതുപോലെ അനേക വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ പറയാനുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ, കടബാധയുടെ കിട്ടിയ മോചനങ്ങൾ, മക്കളില്ലാത്ത മക്കളെ കിട്ടിയ അനുഭവങ്ങൾ ഒക്കെ ധാരാളമായിട്ട് പറയാനുണ്ട്. ഒരിക്കലും ഒരു സഹോദരന് ഉണ്ടായ അനുഭവമാണ്. തൻ്റെ കുഞ്ഞ് 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞിൻ്റെ കൈയുടെ കുഴ ഊരിപ്പോയി. മാതാവിൻ്റെ രൂപം കൊണ്ട് വീട്ടിൽ കൈ ഊരിപ്പോയിട്ട് ആ മകൻ പറയുകയാണ്, ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ. കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, മാതാവേ, അമ്മേ, എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഒന്ന് ശരിയാക്കി തരണേ. നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ഇതാ അത്ഭുതം നടന്നിരിക്കുകയാണ്. ഊരിപ്പോയ ആ കൈക്കുഴ യഥാസ്ഥാനത്ത് 1 വയസ്സ് താഴെയുള്ള കുഞ്ഞിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിടുക. ഇതുപോലെ എത്രയെത്ര ജീവിത അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ വലിയ അനുഗ്രഹങ്ങള് ദൈവപിതാവ് മാനവരാശിക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. നേരത്തെ ഈ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഈജിപ്തിൽ ഒരു ദേവാലയം, പരിശുദ്ധ ദേവമാതാവിൻ്റെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. വലിയ പ്രകാശം. പരിശുദ്ധ അമ്മ ദേവാലയത്തിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു രൂപം, പ്രകാശത്തിൽ നിൽക്കുന്ന രൂപം 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. ദിവസങ്ങൾ നീണ്ടുന്ന ഒരു അത്ഭുത കാഴ്ച. ആ രാജ്യത്തുണ്ടായിരുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള അനേകർ അവിടെ വീഡിയോ ഞാൻ കണ്ടത് 10 ലക്ഷത്തിലധികം ആളുകൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ആ പരിശുദ്ധ അമ്മയിലൂടെ അനേകം വെളിപ്പെടുത്തലുകൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അമ്മ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നതമായ ഒരു സ്ഥാനം ദൈവപിതാവ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മയാണ്. മാനവരാശിയുടെ ഏകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയ്ക്ക് ദൈവം ഉന്നത സ്ഥാനത്തിനെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആരൊക്കെ അതിനെ എതിർത്താലും അത് വിലപ്പോവില്ല. കാരണം യേശുവിൻ്റെ അമ്മയെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ളതാണ് ദൈവപിതാവിൻ്റെ ആഗ്രഹം. പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തില് യേശു ജനിക്കുന്നത്. ഉദരത്തില് യേശു പിറന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നു 39 മുതൽ 43 വരെ വചനങ്ങള്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയം തിടുക്കത്തില് യാത്ര പുറപ്പെടുക. ഒരു തിടുക്കം, ഒരു ഉത്സാഹം, ഒരു ആവേശം മറിയത്തിൻ്റെ ഉള്ളിലുണ്ട്. മറിയം എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുക. വളരെ ദൂരെയാണ് ഈ സ്ഥലം. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു തിടുക്കം വേണം. ദൈവിക കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ എന്നതിൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണതയും ഒരു ഉത്സാഹവും ഒരു തിടുക്കവും ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഈ തിടുക്കം എന്ന് പറയുന്നത് ദൈവാത്മാവിൽ നിറഞ്ഞുള്ള വലിയൊരു ഉത്സാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറിയം എലിസബത്തിന്റെ വീടിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇത് ആദ്യത്തെ ദിവ്യ കാരുണ്യ പ്രദക്ഷിണമാണ്. കാരണം പരിശുദ്ധ മറിയം ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. ദിവ്യകാരുണ്യനാഥനായ യേശു മറിയത്തിൻ്റെ ഉദരത്തിൽ ഉണ്ട്. ആ യാത്ര ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം തന്നെയായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വലിയ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, ആത്മ
നിർവൃതിയോടുകൂടി എലിസബത്തിനെ കാണുവാനായിട്ട് മറിയം പോകുക. ഈ സന്തോഷ വാർത്ത മറിയത്തോട് പറഞ്ഞത് ഗബ്രിയേൽ ദൈവദൂതനാണ്. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. സക്രിയ പുരോഹിതന്റെ ഭാര്യയാണ് എലിസബത്ത്. അവര് വൃദ്ധ ദമ്പതികളായിരുന്നു. ദീർഘകാലം അവര് പ്രാർത്ഥിച്ച് കാത്തിരുന്നാണ് എലിസബത്ത് ഗർഭിണിയായിട്ട് മാറുന്നത്. വൃദ്ധരായ ആ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം, ഹല്ലേലൂയ, ഏറ്റവും വലിയ സമ്മാനമാണ് എലിസബത്ത് ഗർഭിണിയായി. ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് പിറന്നു. കർത്താവിന് വഴിയൊരുക്കുവാൻ, മുന്നോടിയാകുവാനായിട്ട് ദൈവം കരുതിയ ദൈവത്തിന്റെ പ്രിയമകൻ സ്നാപക യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തില് വളരുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വഴി ഒരുക്കാൻ ഉള്ളവൻ എലിസബത്തിന്റെ ഉദരത്തിലുണ്ട്. എലിസബത്തും സക്രിയായ്ക്കും വലിയ സന്തോഷത്തില ആ പുരോഹിത കുടുംബം എന്ന് പറയാം. ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിന് വേണ്ടി ഒത്തിരി ശുശ്രൂഷ ചെയ്ത സക്രിയ പുരോഹിതനും എലിസബത്തും വലിയ സന്തോഷത്തിൽ ആ വീട്ടിൽ കഴിയാണ്. എലിസബത്ത് ഇതാ ഗർഭിണിയാണ്, ഉദരത്തില് സ്നാപക യോഹന്നാനുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായൊരു സാക്ഷ്യമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ടോംസി, നമ്മുടെ ധ്യാനം വർഷങ്ങൾക്ക് മുമ്പ് കൂടിയിട്ടുണ്ട്. അന്ന് ഊരിപ്പോകുന്ന ഷോൾഡർ കർത്താവ് സൗഖ്യമാക്കി, കാൽമുട്ട് സൗഖ്യമാക്കി. ആ കുടുംബം കാലിഫോർണിയയിലാണ്. ഞാൻ അവിടെ 2 വർഷം മുമ്പ് ധ്യാനത്തിൽ നിന്നപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരമൊരുക്കി. ആ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മെസ്സേജ് നൽകുകയാണ്. ഈ കുടുംബത്തിൽ ജോസഫ് എന്നു പേരുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് തരാൻ പോകുന്നു. ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേര് ജോസഫ് എന്നായിരിക്കും. അങ്ങനെ കുഞ്ഞിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. അതുപോലെ സംഭവിച്ചു. അവർക്ക് 6ാമത് ജോസഫ് എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞ് ജനിച്ചു, ജോസഫ് എന്നാണ് ആ കുഞ്ഞിന് പേരിട്ട്. വലിയ ഹൃദയസ്പർശി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്ന് നിങ്ങൾ കാണും. ആ സാക്ഷ്യം കണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. 6 കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ അനുഗ്രഹമാണ്. ആ കുടുംബം ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് ആ മകള് ആ ഡെലിവറിയുടെ ആ വിഷമങ്ങൾ, അതുകൂടാതെ ഗർഭിണിയായിരിക്കുന്ന കാലത്തൊക്കെ ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയി. പക്ഷെ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, ഒരു ആൺകുഞ്ഞിനെ തന്നെ ദൈവം കൊടുത്തു. ഇവിടെ ഇതാ എലിസബത്ത് ഗർഭിണിയാണ്. ആ ഉദരത്തിൽ വളരുന്നത് കർത്താവിൻ്റെ വഴി ഒരുക്കാനായിട്ടുള്ളവനാണ്. അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത തന്നെയായിരുന്നു. എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുകയാണ്. മറിയം സക്രിയ പുരോഹിതന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. മറിയം വലിയ സന്തോഷത്തിലോ ആവേശത്തിലോ, കാരണം തൻ്റെ പ്രിയപ്പെട്ടവളായ എലിസബത്ത് ഗർഭിണിയാണെന്ന് ദൈവദൂതൻ പറഞ്ഞിരിക്കുന്നു. ഈ പ്രായമായപ്പോൾ ഗർഭിണിയായി. അപ്പം മറിയത്തിനറിയാം ദൈവം വലിയവനാണ്, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് മറിയത്തിന് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു. കാരണം വലിയ തിടുക്കത്തില്, സന്തോഷത്തില്, വലിയ ഒരു ആവേശത്തിന്റെ നിറവില മറിയം ആ വീട്ടിലേക്ക് വരുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ നിറവായിരുന്നു. ആത്മനിറവുള്ളവര് ആത്മനിറവുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ ഈ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാവുന്നത്. ഇവിടെ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അഭിവാദന സ്വരം എലിസബത്ത് കേട്ടു. എലിസബത്ത് മാത്രമല്ല, ഉദരത്തിൽ കിടന്ന യോഹന്നാനും കേട്ടു. ശിശു ഉദരത്തില് കുതിച്ചു ചാടി. ഹല്ലേലൂയ. ഉദരത്തില് ശിശു കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എലിസബത്തും ഉദരത്തിലുള്ള യോഹന്നാനും പരിശുദ്ധാത്മാവിനെ നിറയുക.
കാരണം മറിയത്തിൻ്റെ ഒരു അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും യോഹന്നാനും ആത്മാവിനെ നിറയുന്നു. അപ്പോൾ മറിയത്തിൽ നിറഞ്ഞിരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ നിറവ് എത്ര വലുതാണ്. ഈ മറിയത്തെ നമ്മൾ സ്നേഹിക്കണം, ഈ മറിയത്തെ നമ്മൾ ബഹുമാനിക്കണം. പരിശുദ്ധ മറിയത്തെ നമ്മൾ ഒത്തിരി ബഹുമാനിക്കണം. അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഉറപ്പാന്നേ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റടിയിൽ വന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 4 മക്കളും, 3 ആൺമക്കളും 1 പെണ്ണും. അവർ ഖത്തറിൽ നിന്ന് തീർത്തു പോകുന്നതാണ്. അവർ 2 മാസത്തിനുള്ളിൽ കാനഡയിലേക്ക് പോവുകയാണ്, ടൊറോണ്ടോയിലേക്ക് പോവുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഞാൻ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ധ്യാനമൊക്കെ കൂടി നല്ല ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന കുടുംബം. കുഞ്ഞുങ്ങൾക്കൊക്കെ ധാരാളം വചനം അറിയാം. നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു ദർശനം, പരിശുദ്ധ ദൈവമാതാവ്, പ്രത്യേകിച്ച് മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവ് ഇവർക്ക് മുന്നേ ഇങ്ങനെ പോവുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, മാതാവ് ഇവർക്ക് മുന്നേ കാനഡയിലേക്ക് ഇവർക്ക് മുന്നേ പോകുന്നു, ഇവരെ നയിക്കുന്നു, ഇവരെ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു മെസ്സേജ്, ഒരു വിഷൻ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു. പിന്നെ അവർ പറയുകയാണ്, അവർ ഒരു തവണ 8 ദിവസം മെജുഗോറിയിൽ പോയി അവിടെ മല കയറുകയും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അവർ പറയുകയാണ്, ആ പള്ളിക്ക് വെളിയിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. മാതാവ് അടഞ്ഞ കണ്ണുകളാണ് ആ സ്റ്റാച്യൂന്. പക്ഷേ അവർ പ്രാർത്ഥന മുകളിൽ ആ കണ്ണുകൾ തുറന്ന് അവരെ നോക്കുന്ന അനുഭവം, അവരെടുത്ത ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചു. അത് വലിയൊരു ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ആ കുടുംബത്തെ മാതാവ് വല്ലാതെ സംരക്ഷിക്കുക. അതുപോലെ മാതാവിൻ്റെ ഭക്തരാണ് ആ മാതാപിതാക്കളും ആ കുഞ്ഞുങ്ങളുമെല്ലാം. ആ പരിശുദ്ധ മറിയത്തിൻ്റെ ഭക്തർക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവര്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവര്, അവർക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ കരുതലും സംരക്ഷണവും ഉണ്ടായിരിക്കും. അവരെവിടെ പോയാലും അമ്മ സംരക്ഷിക്കും. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉദരത്തിലുള്ള യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് പറയുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അവിടെ പറയുന്ന വാക്കതാ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. പരിശുദ്ധ മറിയത്തെ കർത്താവിൻ്റെ അമ്മയെന്നാണ് ആത്മാവിൽ നിറഞ്ഞ എലിസബത്ത് വിളിക്കുന്നത്. എലിസബത്തിന് ആ വെളിപ്പാട് നൽകിയത് പരിശുദ്ധാത്മാവാണ്. അതൊരു പ്രവചനമാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ മഹാഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഹല്ലേലൂയ. നാളുകൾ കൂടി ഒന്നിച്ച് ഇവർ കാണുന്ന ഈ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു വെളിപ്പാട് എലിസബത്തിന് നൽകുക. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചാടി. കർത്താവ് അഴിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം വിശ്വസിച്ചു. മറിയം ഏറ്റവും വലിയ ഭാഗ്യവതിയായി, ഏറ്റവും അനുഗ്രഹീതയായിട്ട് മാറി. പരിശുദ്ധ അമ്മയുടെ ഉമ്മര ഹൃദയത്തിലേക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കാം. അമ്മ നീല മേലങ്കിൽ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കും. അമ്മയുടെ മാധ്യസ്ഥം നിരന്തരം തേടാം. പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ടോംസിയുടെ വീട് ഇഞ്ചിയാനിയാണ്. ടോംസിയും ഫാമിലിയും US-ലാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും, ഞാൻ US-ലെ ധ്യാനത്തിൽ കാലിഫോർണിയ ചെന്നപ്പോൾ പ്രാർത്ഥിച്ച അനുഭവങ്ങളും വലിയ ഒരു സാക്ഷ്യമാണ്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ടോംസി. ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ ഇഞ്ചിയാനിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിന് മേലെയായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 6 മക്കൾ, ഇവിടെയും ഒരു കൊച്ച് സ്വർഗത്തിലുമായിരിക്കുന്നു. ഈ കുഞ്ഞിനെക്കുറിച്ചാണ് പ്രധാനമായുള്ള സാക്ഷ്യം പറയാനുള്ളത്. അതല്ലാതെയും മറ്റ് അനുഗ്രഹങ്ങളുണ്ട്, അതും ഞാൻ അതിന് ശേഷം പറയാം. ഞങ്ങൾക്ക്
16 ആണ് ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ് ഉണ്ടായത്. ഓഗസ്റ്റ് മാസം. അതൊരു സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 ഞങ്ങൾ വീണ്ടും കൺസീവായി. പക്ഷേ ഡോക്ടറെ കാട്ടിയപ്പോൾ അവർ പറഞ്ഞത് എക്ടോപിക് പ്രഗ്നൻസിയാണ്. 2016 സിസേറിയനിൽ ഒരു ഇന്നർ ലെയറിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു വിടവ് ഉണ്ടായി. ആ സിസേറിയൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതുമൂലം ആ സിസേറിയൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ അത് വളരെ ദുഃഖകരമായൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിനായി വീണ്ടും ആഗ്രഹിക്കുകയും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. 2022 സമയത്ത് സാഹു ബ്രദർ കാലിഫോർണിയയിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ സാഹു ബ്രദർ പെട്ടെന്ന് ഞങ്ങളോട് ചോദിച്ചു, ജോസഫ് ഇതിൽ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ജോസഫ് എന്നുള്ള ആളില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജോസഫിനായിട്ട് ആഗ്രഹിക്കും. അപ്പം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ജോസഫ് എന്നുള്ള പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾ ജോസഫിനെ ലഭിക്കണമെന്നുള്ളൊരു പേര് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് ജോസഫിനെ. അപ്പം ബ്രദർ പറഞ്ഞു ജോസഫിനെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് ജോസഫിനെ തരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഒരേ സമയം അവിശ്വാസവും അല്ലെങ്കിൽ ഒരു അത്ഭുതവുമായുള്ളൊരു പ്രത്യേകത. ഞങ്ങൾ ഇത്രയും കാലം കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ആ കൺസീവ് ആകാത്തതിൻ്റെ വിഷമത്തിൽ ദൈവം ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇടപെടുന്നുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു മെസ്സേജ് ഞങ്ങളെ വളരെ എക്സൈറ്റഡായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ കൺസീവായി. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ റിസ്ക്കാണ്, മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ദൈവഹിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വീകരിച്ചു. ഹല്ലേലൂയ. 6 മക്കളുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് മരിച്ചുപോയി. 5 പേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ കാലിഫോർണിയയിൽ ധ്യാനത്തിന് ചെല്ലുമ്പോഴാണ് ചുമന്നിരുന്നു. ഇവിടെ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. അവൾ കർത്താവ് ഒരു മെസ്സേജ് നൽകി, ജോസഫ് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ജോസഫ് ആരുമില്ല. കർത്താവ് ഒരു മെസ്സേജ് നൽകി, ജോസഫ് എന്ന പേരിൽ കർത്താവ് ഇവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു. ജോസഫിനെ പൊക്കി കാണിച്ച്, ഇതാണ് ആ ജോസഫ്. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിനെ നൽകി ജോസഫ്. അതുമാത്രമല്ല, ഇവൻ്റെ മാമോദീസായിക്ക് തലതൊട്ടപ്പനായിട്ട് ഞാനാണ് തലതൊട്ടതും. ഹല്ലേലൂയ. ഈ ഡോക്ടർമാർ ഇത് വളരെ റിസ്ക്കാണെന്ന് പറയുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ബ്രദർ ഓൾറെഡി ഇത് അനൗൺസ് ചെയ്തതാണല്ലോ, ഇത് പറഞ്ഞതാണല്ലോ. അത് കാരണം ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമായിരുന്നു. ഇത് യാതൊരു അപകടം ഉണ്ടാവുകയില്ല. പിന്നെ ബ്രദറിനോട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന യാചിക്കുന്നുണ്ടായിരുന്നു. ബ്രദറും പ്രാർത്ഥനയിൽ അഷുറൻസ് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5 മാസമൊക്കെ ആയപ്പോഴും റൂബിക്ക് കലശലായ ചുമയൊക്കെ ഉണ്ടായി. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 32 ആഴ്ചയാകുന്നതിന് 2-3 ദിവസമായപ്പോഴും വാട്ടർ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും ഒരു 2 ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തു. യാതൊരു കുഴപ്പവും പ്രീമച്ചർ ആയതിന് 2 മാസം പ്രീമച്ചർ ആയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാതെ യാതൊരു കുഴപ്പവുമില്ലാതെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെക്കപ്പിന് പോയപ്പം ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ മിറക്കിളായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതെങ്കിൽ ഇനിയും കൊച്ചിന് ഇപ്പോൾ ഫുൾ ഓർഗനെല്ലാം ആയിട്ടുണ്ട്. ഇനിയും വളർച്ചയാകുമ്പോഴത്തേനും കുഞ്ഞ് കൂടുതൽ വെയിറ്റ് ആകുകയും അത് പക്ഷേ റൂബിയുടെ ഗർഭപാത്രത്തിന് താങ്ങാനാവാത്തമുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സേഫായിട്ട് ഡെലിവറി ആകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഭയം. ഇത് നേരത്തെ വന്ന് ഇത്ര സേഫായിട്ടെല്ലാം വന്നിരിക്കുന്നത് വളരെ നല്ല മിറക്കിളാണ്, എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഡോക്ടറും പറഞ്ഞത്. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞ് അടുത്ത മാസം ഓഗസ്റ്റ് 16 ആകുമ്പോൾ 1 വയസ്സാവുകയാണ്. ദൈവനാമത്തിന് മഹത്വം. അതിനു മുമ്പ് സാഹുബ്രദറിൻ്റെ 2 ധ്യാനം എനിക്ക് കൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു തവണത്തെ ധ്യാനത്തിന് എൻ്റെ ഈ ഇടത്തെ കൈക്കുഴ ഞാൻ ഒരു 10-20 വർഷത്തോളം മുമ്പ് കൈക്കുഴ തെന്നിയായിരുന്നു. അത് ഞാനിങ്ങനെ ബസ്സിലൊക്കെ പിടിക്കുമ്പോഴും ബക്കറ്റിൽ വെള്ളമൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് തെന്നുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രദർ ഈ കൈക്കുഴയിൽ തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കൈക്കുഴയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു 3-4 വർഷമായി യാതൊരു കുഴപ്പമില്ലാതെ ഈ കൈക്കുഴ ഉപയോഗിക്കുന്നു.
അതുപോലെ തന്നെ 2016 മോളുണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരു ബീച്ചിൽ പോയപ്പോഴത്തേനും കൂട്ടുകാരെല്ലാം എടുത്ത് ബീച്ചിൽ പോയി. കുഞ്ഞുങ്ങളെ ഇവർ രണ്ടുപേരെ എൻ്റെ തോള 2 കൈയിലുമായിട്ട് പിടിച്ച് കടലിലേക്കും പെട്ടെന്നൊരു തിര വന്ന് ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് എൻ്റെ മുട്ടിൻ്റെ ലെഗമെൻറ്റ് ടീറായി. അപ്പോൾ അവിടെയും ഇവിടെയും ഞങ്ങൾ കാണിച്ചപ്പോഴും അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ സർജറിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സഹബ്രതറിൻ്റെ വേറൊരു റിട്രീറ്റ് അവിടെ വന്നത്. ആ റിട്രീറ്റിന് കാലിൻ്റെ മുട്ടിന് ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കയറി വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കയറി വന്നു. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു. ബ്രദർ കാലൊക്കെ കുടഞ്ഞ് ചാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചാടി. അതിനുശേഷം പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടായിരിക്കുന്നു. അങ്ങനെ ടോംസിക്കും റൂബിക്കും കർത്താവ് നൽകിയ മക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവ് ഒത്തിരി സൗഖ്യവും അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ ജോസഫിനെ കിട്ടിയതൊക്കെ വലിയൊരു ദൈവത്തിൻ്റെ മിറക്കിളാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ടോംസിൻ റൂബിയെ അനുഗ്രഹിക്കുന്നു. ജോസഫ് വലിയൊരു അനുഗ്രഹമാവട്ടെ. ഈ മകൻ്റെ ജനനത്തിലൂടെ കുടുംബത്തിന് കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും അഭിഷേകത്താൽ ഇവരെല്ലാവരും നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.